അതെ, ക്യാൻസർ ആണ്. എനിക്കിത് സത്യം പറഞ്ഞ കുറച്ച് മോശമാണ്. ബ്രസ്റ്റിൽ നിന്നത് ആക്സലറി ഈ കഷത്തിലേക്ക് വ്യാപിച്ച് ലിംഫ് നോഡ് വഴി, അതുപോലെ ചെസ്റ്റ് ഹാർട്ടിന്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമൊക്കെ ഒരുപാട് ചിന്തിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഞാനായിട്ട് മാത്രം ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. സംഭവം എന്താണ് ഏതാണെന്നുള്ളത് പലരും അറിഞ്ഞു കാണും. അതെ, തനിക്ക് ക്യാൻസർ ഉണ്ട് എന്നുള്ള കാര്യം രേണുസുതി തന്നെ ഇപ്പൊ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ മെയിൻ സ്ട്രീം വൺ എന്ന് പറഞ്ഞൊരു ചാനൽ ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടക്കാണ് രേണുസുതി ഇങ്ങനെ ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് രേണുസുതിക്ക് ക്യാൻസർ ഉണ്ടെന്നുള്ള ഊഹാപോഹങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. കൂടിയും ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി രേണുസുതി ഇന്നവരെ നൽകിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് അതിനുള്ള കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് രേണുസുതി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും രേണുസുതിയുടെ വെളിപ്പെടുത്തൽ ഇതിനോടകം വൻ വൈറലായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ 5 ലക്ഷത്തിലധികം ആളുകൾ രേണുസുതിന്റെ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞു. എനിവേ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് എന്താണ് രേണുസുതിക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യം ഒന്ന് കണ്ടുനോക്കാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ നൽകേണ്ടതുണ്ട്. അത് വേറൊന്നുമല്ല, ഞാൻ ഈ ടോപ്പിക് എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഈ വീഡിയോക്ക് താഴെ ചില കമന്റുകൾ വരാൻ സാധ്യതയുണ്ട്. നീ പണ്ട് രേണുവിനെ കൊന്നു തിന്നവനല്ലേ, രേണുവിനെ വിറ്റ് കഴിഞ്ഞവനല്ലേ, അങ്ങനെയല്ല നീ ഇപ്പൊ സാധാപം കൊണ്ട് വന്നേക്കുവാണോടോ എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകൾ ഇപ്പൊ ഈ വീഡിയോക്ക് താഴെ വരാനുള്ള സാധ്യതയുണ്ട്. അവർക്കുള്ള മറുപടി പറഞ്ഞു തന്നെ ഈ വീഡിയോ തുടങ്ങാം. ഇല്ലാന്നുണ്ടെങ്കിൽ പലരും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ രേണുസുതിയെ വിറ്റ് മാത്രം ജീവിക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സ് നമുക്കിടയിലുണ്ട്. അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രേണുസുതി തന്നെയായിരുന്നു അവരുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. അവർ രേണുസുതിയെ വിറ്റായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലം ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്ന് കരുതി അവരുടെ ഗണത്തിൽ എന്നെ ചേർക്കാൻ നിൽക്കരുത്. അങ്ങനെ രേണുസുതിയെ വിറ്റ് ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല കേട്ടോ. നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തുകയും വേണ്ട. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ അത്തരം ആളുകളുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പോയി കമന്റ് ചെയ്യുക, ഇവിടെ വന്ന് കമന്റ് ചെയ്യാൻ നിൽക്കരുത്. ശരിയാണ്, ഞാൻ രേണുസുതിയെ മുമ്പ് വിമർശിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. അത് രേണുസുതി പണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ വിമർശിച്ചത്. അതിനെയും വിമർശിക്കും. വിമർശിക്കേണ്ടത് വിമർശിക്കാനും എനിക്ക് നല്ലത് തോന്നുന്നത് നല്ലത് പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുറന്നു വെച്ചിട്ടുള്ളത്. അതിനെയും തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്നൊരാൾ മോശം ചെയ്താൽ അയാൾ ഞാൻ ക്രൂശിക്കും, നാളെ അതേ ആള് തന്നെ നല്ലത് ചെയ്താൽ അയാളെ കുറിച്ച് നല്ലതും പറയും. അത്രേ ഉള്ളൂ. ഇനി ഞാൻ രേണുസുതിയെ വിറ്റ് ജീവിക്കുകയാണ് എന്ന് പറയുന്നവരോട് നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യണം. കഴിഞ്ഞൊരു 4 മാസത്തെ കണക്ക് മാത്രം നമുക്ക് എടുക്കാം. ഈ 4 മാസത്തിനടുക്ക് ഞാൻ രേണുസുതിയുമായി ബന്ധപ്പെട്ട് ചെയ്ത കണ്ടന്റുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയാം? വെറും 13 എണ്ണം. എത്രയാണ്? 13 എണ്ണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ചാനൽ എടുത്ത് എണ്ണി നോക്കാം. ഒരു ദിവസം ഞാൻ 2 കണ്ടന്റ് വെച്ച് ചെയ്യും. അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു മാസം ഞാൻ 60 കണ്ടന്റ് ചെയ്യും അല്ലേ? ഇത് 4 മാസം എടുത്ത് നോക്കുകയാണെങ്കിലോ 4 മാസത്തേക്ക് ഞാൻ 240ഓളം കണ്ടന്റുകൾ ചെയ്യും. ഈ 240 കണ്ടന്റുകളിൽ വെറും 13 എണ്ണം മാത്രമാണ് ഞാൻ രേണുസുതിയുമായി ബന്ധപ്പെട്ട് ചെയ്ത കണ്ടന്റുകൾ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം മറ്റുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകളാണ്. അങ്ങനെയുള്ള എന്നെയാണ് നിങ്ങൾ ഈ രേണുസുതിയെ വിറ്റ് ജീവിക്കുന്നവരുടെ ഗണത്തിൽ പെടുത്താൻ നോക്കുന്നത്. അല്ല, ഞാനിത് തുടക്കത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ പലരും ഈ രീതിയിൽ എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പലരും തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ കാര്യം തന്നെ പറഞ്ഞ് ഈ വിഷയത്തിലേക്ക് കടക്കാമെന്ന് വെച്ചത്. എന്തായാലും രേണുസുതി തന്നെ ഇന്റർവ്യൂക്കിടയിൽ തനിക്ക് ക്യാൻസർ ആണെന്ന് തുറന്നു പറയുന്ന ആ ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്റെ കൂടെ ഇന്നുള്ളത് ഒബ്വിയസ്ലി രേണുസുതി തന്നെയാണ്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു കോള് വരാണ്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഇങ്ങോട്ട് വീട്ടിലേക്ക് വരണം എന്ന്. എറണാകുളത്ത് നിന്ന് ഞങ്ങൾ ഇതുവരെ എത്തി. ചേച്ചിക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് കേൾക്കാനായിട്ട്? എന്ത് പറ്റി ചേച്ചി? അതെ, എനിക്ക് കുറച്ച് ദിവസമായി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്താ പറയുക എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ അഭ്യൂഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല, അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര്, ഞാനത് ലാസ്റ്റ് ഇന്റർവ്യൂവിൽ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കുറച്ച് പ്രേക്ഷകരുണ്ട്, അപ്പം അവരോട് എനിക്കത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചതും നിങ്ങൾ വന്നത്. ചേച്ചിയുടെ അങ്ങനെ ഒരു കോള് വന്നപ്പോൾ തന്നെ മനസ്സിലുള്ളതൊക്കെ ഒരുപാട് ഗോസിപ്പുകളായിരുന്നു, നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പം അതൊന്നും സത്യമാകരുന്നേ എന്നൊരു പ്രാർത്ഥനയിലായിരുന്നു ഈ നിമിഷം വരെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ അന്ന് നമ്മൾ ലാസ്റ്റ് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും, മറ്റുള്ളവർ പറഞ്ഞല്ല അത് അറിയട്ടത്, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് വന്ന് പറയും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് സമയമായി പറയാൻ എന്ന് എനിക്ക് തോന്നി. ഇപ്പോ ചേച്ചി ഇപ്പൊ എല്ലാവർക്കും ചോദിക്കാനുള്ള ചോദ്യം, എല്ലാരും പറയുന്ന കാര്യം, ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ, അത് റിയൽ ആണോ, ചേച്ചിയുടെ വാഗുകൊണ്ട് തന്നെ കേൾക്കണം, അല്ലെങ്കിൽ ആ സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസർ ആണ്. എനിക്കിത് സത്യം പറഞ്ഞ എനിക്ക് ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. പക്ഷെ ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തൊന്നും ഞാനിത് മറച്ചു വെച്ച്
രേണുസുദിന്റെ വായന എന്നത് കേട്ടപ്പോ എന്തോ പോലെ. സംഭവം 3 ആഴ്ച മുന്നേ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രേണുസുദിക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്. അത് എന്റെ ഒരു പിടിപാട് വെച്ച് ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് പല സ്ഥലത്തുനിന്നും കിട്ടിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു കേട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. അന്ന് ഞാനത് കാഷ്വലി പറഞ്ഞു പോയൊരു സംഭവമായിരുന്നത്. പക്ഷെ ഇപ്പൊ അത് രേണുസുദിന്റെ വായന തന്നെ കേൾക്കുമ്പോൾ എന്തോ പോലെ. കാരണം നമ്മൾ മറ്റുള്ളവരുടെ വായനൊന്നും പറഞ്ഞറിയുന്ന പോലെ അല്ലല്ലോ ഒരു വ്യക്തി സ്വയം വന്ന് പറയുന്നത്. അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. നമ്മൾ പല വിഷയങ്ങളിലും പലരെയും വിമർശിച്ചിട്ടുണ്ട്, രേണുവിനെയും വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരാളെ നശിച്ച് കാണണമെന്ന് ഇന്നേ വരെ ആഗ്രഹിച്ചിട്ടില്ല. പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. നമ്മൾ ആരെങ്കിലും വിമർശിച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ അവരുടെ അധപ്പതനം കാണാൻ ആഗ്രഹിക്കുകയാണെന്നുള്ളത്. ഒരിക്കലുമല്ല. നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കോമൺലി കാണുന്ന ചില തെറ്റുകൾ വിമർശിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അവരത് തിരുത്തിയാൽ അത്രയും നന്ന്, അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ രേണുവിനെ വിമർശിച്ചതും ആ ഇന്റൻഷൻ വെച്ച് തന്നെയാണ്. ഒരിക്കലും നമ്മൾ എവിടെയും രേണു നശിച്ച് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, ഇനി ആഗ്രഹിക്കത്തുമില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ മനുഷ്യഗണത്തിൽ പെടുത്താൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഈ രോഗമെല്ലാം ഭേദമായി രേണു തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. അത് രേണുവിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല കേട്ടോ. ഇനി ആരും അങ്ങനെ വിചാരിക്കേണ്ട. ആരും രോഗം വന്ന് നരകിക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇത്രയുമായ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് 2 ദിവസം മുമ്പേ ഈ രേണുസുദി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഫോട്ടോ സൈഡ് കൊടുക്കാം. ഇത് ആരെ കൂടെയുള്ള ഫോട്ടോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. രേണുസുദിക്ക് സ്ഥലം കൊടുത്ത ബിഷപ്പിന് കൂടെയുള്ള ഫോട്ടോയാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ രേണുസുദിയും ബിഷപ്പും തമ്മിൽ അത്ര നല്ല ടേംസിലല്ല. രേണുസുദിക്ക് ഫ്രീ ആയിട്ട് സ്ഥലം കൊടുത്തത് കാരണമായിട്ട് രേണുസുദി കാരണം തന്നെ ഇദ്ദേഹം കുറെ അനുഭവിച്ചിട്ടുണ്ട്. അത് കാരണം ഉണ്ടായ കോൺട്രവേഴ്സികളൊന്നും ചെറുതല്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവർ രണ്ടാളും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത്. അതിനൊരു അടിക്കുറിപ്പ് രേണുസുദി കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചുതരാം. ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവെളിയിൽ സ്തുതി ലയത്തിൽ ഇന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമാണ്. താങ്ക് യു തിരുമേനി. എന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിനുണ്ടായ വിഷമത്തിന് മാപ്പ്. ഇതാണ് ഈ ഫോട്ടോന്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഞാനിത് വായിച്ചപ്പോ ഇത് വല്ല അടവായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ രേണുസുദിക്ക് തനിക്ക് ക്യാൻസർ ആണെന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയ പശ്ചാത്തലത്തിൽ ഞാൻ ആദ്യം ഓർത്തത് ഈ ഫോട്ടോയാണ്. ഒരുപക്ഷെ ഈ രോഗം കാരണം തന്റെ തെറ്റി രേണുസുദി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. ആ പാവം ഫിലിപ്പിനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടാകണം. എന്തോ ഇപ്പൊ രേണുസുദിയെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു സന്തോഷം തോന്നുന്നു എന്നുള്ളതാണ്. വളരെ നല്ലൊരു കാര്യമാണ് രേണുസുദി ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴെങ്കിലും തെറ്റ് തിരുത്തി മാപ്പ് പറയാൻ തയ്യാറായല്ലോ. വളരെ നന്നായി രേണു. എന്തോ വല്ലാത്തൊരു സന്തോഷത്തൊക്കെ പറയുന്ന സമയത്ത് രേണുസുദിക്ക് ക്യാൻസർ വന്നതിനുള്ള സന്തോഷമല്ലേ കേട്ടോ. ഇനി ആരും അങ്ങനെ വിചാരിക്കേണ്ട. രേണുസുദി ആ പാവം മനുഷ്യനായിട്ടുള്ള നോബൽ ഫിലിപ്പിനോട് സോറി പറഞ്ഞുള്ള സന്തോഷമാണ്. ഇനി എപ്പോഴാണ് തനിക്ക് ക്യാൻസർ ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത് എന്നതിനെ കുറിച്ച് രേണു പറയുന്നുണ്ട്. നമ്മൾ അന്ന് കേട്ടോക്കാം. സത്യം പറഞ്ഞ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിൽ ഒരു മുഴ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. ഇങ്ങനെ ഒരു മുഴ, ഞാൻ എപ്പോഴും ക്യാൻസർ ആണെന്നല്ല പറയുന്നത്, ഒരു മുഴ. ആ മുഴയാണ് ഇപ്പം ക്യാൻസർ ആയിരിക്കുന്നത്. അപ്പം 15ാമത്തെ വയസ്സിൽ ഞാനിത് നമ്മള് കുളിക്കുമ്പോഴൊക്കെ നമ്മള് ശരീരം കാണുമ്പോൾ നമ്മളിത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അപ്പോഴും ഞാനത് അത്ര കാര്യമാക്കിയില്ല. ഒരു കളർ വ്യത്യാസം പോലെ മുഴയുടെ പുറത്ത് വന്നിട്ടും ഞാൻ കാര്യമാക്കിയില്ല. വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അസുഖം അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലെ തൊട്ടെ. അപ്പം വീട്ടുകാരെന്തെങ്കിലും അറിഞ്ഞു കൊണ്ടുപോയിട്ടേ ഉള്ളൂ. അങ്ങനെ പറയാറില്ലായിരുന്നു ചെറുപ്പത്തിൽ. അങ്ങനെ അത് കൊണ്ടു നടന്ന് കുറെ നാൾ കഴിഞ്ഞപ്പം ഡിപ്ലോമയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം വീട്ടുകാർ ഇത് അറിഞ്ഞു. ഞാൻ പറഞ്ഞു വീട്ടുകാരോട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു മുഴയുള്ള കാര്യം പറഞ്ഞു. അന്നേരം തന്നെ അവര് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി. അവിടെ അന്നത്തെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദറിന്റെ ഫ്രണ്ടായിരുന്നു അവിടുത്തെ ഡോക്ടർ. അപ്പം അദ്ദേഹത്തിനെ ചെന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് കണ്ടു. ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. അന്ന് ഇത് ബയോപ്സി ഒക്കെ ചെയ്തെടുത്തായിരുന്നു. അന്നേരം എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക. വേറെ ഒന്നുമല്ല, അപ്പൻഡിസൈറ്റിസിന്റെ ഓപ്പറേഷൻ. അപ്പൊ അതിച്ചിരി പെയിൻഫുൾ ആയിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടായിരുന്നു ചെയ്ത്. അപ്പൊ ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. അത് എടുത്ത് കളയണം എന്നുള്ള കാര്യം വീട്ടിൽ പറഞ്ഞില്ല. എന്തൊരു മണ്ടത്തരാണ് ഈ കാണിച്ചേക്കുന്നത്. ലേശം ബോധമാണ് മനസ്സിലായി കഴിഞ്ഞാൽ. ഇത് കേട്ടുമ്പോണ്ടല്ലോ ലിറ്ററലി എനിക്ക് ദേഷ്യം വന്ന് പോയി എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 15 വർഷം മുമ്പ് ഡോക്ടർ വാൺ ചെയ്തതാണ് ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ട്, അത് ക്യാൻസർ ആവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യുമെന്നുള്ള പേടി കൊണ്ട് അത് വീട്ടിൽ പറഞ്ഞില്ല പോലും. അതങ്ങ് സില്ലാക്കി എടുത്തു പോലും. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ രേണുവിന് അനുഭവിക്കേണ്ടി വന്നത്. അന്നേ കാര്യങ്ങൾ സീരിയസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ നരകിക്കേണ്ട അവസ്ഥ രേണുവിന് വരില്ലായിരുന്നു. ഏത് സ്റ്റേജിലാണ് ക്യാൻസർ തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ മുമ്പ് ഒരിക്കലും ഇതിനെ കുറിച്ച് പറഞ്ഞതാണ്. ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് ഇത് മാറ്റിയെടുക്കാം. പക്ഷേ 3rd സ്റ്റേജിലും 4th സ്റ്റേജിലും എത്തിക്കഴിഞ്ഞാണെങ്കിൽ ഹെവി റിസ്ക് ആണ്. ഇത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ രേണുവിന് വാണിംഗ് ചെയ്തതാണ്.
ക്യാൻസറിനുള്ള സാധ്യത തുടങ്ങുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അന്ന് രേണു അത് സില്ലാക്കിയെടുത്ത്. എന്തിനായിരുന്നു രേണു അന്നേ വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്താൽ പോരായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞല്ലോ. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ക്യാൻസറിന്റെ 3rd സ്റ്റേജ് കഴിയാനായി. ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യണം. 4th സ്റ്റേജ് എത്തിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ 90% രക്ഷപ്പെടാൻ സാധ്യതയില്ല. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ക്യൂറായി വരട്ടെ, അല്ലെ? അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് രേണുസുദ്ധി മാമോഗ്രാമിനും അതുപോലെ തന്നെ ബയോപ്സിക്കും ഒക്കെ വിധേയമായിട്ടുണ്ടായിരുന്നു. അന്നേരമുള്ള രേണുവിന്റെ അനുഭവത്തെ കുറിച്ച് രേണു പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. വേദന ഇല്ലാത്ത മുഴയായതുകൊണ്ടാണ് ഞാൻ അധികം ഇതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത്. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നി ഡോക്ടർ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. മുഖത്ത് നോക്കി പറഞ്ഞ് വേറൊന്നും കൊണ്ടല്ല ഡോക്ടർ, എൻ്റെ ധൈര്യം, രേണുസുധിക്ക് നല്ല ധൈര്യമുള്ള ആളല്ലേ. അപ്പം ഞാൻ ചിന്തിച്ച്, ഞാൻ ആ ഒറ്റ നിമിഷത്തിൽ കേട്ടപ്പം എന്തോ ഒരു വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അതാരാണേലും അങ്ങനെ ഒരു അവസ്ഥ, ആർക്കും നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ. ഞാൻ ഇനി കരയാൻ പറ്റുന്നില്ല, കാരണം അതുപോലെ ഞാൻ അവിടെ ഇരുന്നു പോയി. കരയാൻ പോലുള്ള ഇതായി ഇല്ല, വരുത്തരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മുടെ കുടുംബത്തിലൊക്കെ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായവർക്ക് അറിയാം അതിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. എൻ്റെ പപ്പാടെ അനിയനും അങ്ങനെ ആണ് ലോകത്തിൽ നിന്ന് പോയത്. അപ്പൊ അത് വേറെ ക്യാൻസർ ആയിരുന്നു. നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പൊ അതെല്ലാം കൂടെ എന്റെ തലയിലോട്ട് വന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഇത്രയും കാലം ഈ ക്യാൻസർ ഉള്ള കാര്യം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചത്, അല്ലേ? കൊള്ളാം. എന്തായാലും ക്യാൻസർ എന്ന് പറഞ്ഞ ചില്ലറ സംഗതി ഒന്നല്ല. ഒരു മനുഷ്യരെ മാത്രമല്ല, ഇതൊരു കുടുംബത്തെ മൊത്തം കാർന്നു തിന്ന് കളയും. ഫിനാൻഷ്യലിയും മെന്റലി ഫിസിക്കലിയും മൊത്തത്തിൽ അത് ഇല്ലാതാക്കി കളയും. ക്യാൻസറിന് ചികിത്സ നടത്തി പെരുവയിലായ എത്രയോ കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, അല്ലേ? ഒന്നും വേണ്ട, രേണുവിന്റെ കുടുംബത്തിൽ തന്നെ രേണുവിന് ഒരു അനുഭവം ഉണ്ടല്ലോ. എന്നിട്ടാണ് രേണു ഒരു ക്യാൻസർ ഉണ്ടായിട്ടും അത് കുടുംബക്കാരിൽ നിന്നും മറച്ചു വെച്ചത്. എന്തൊരു മോശം പരിപാടിയാണത്. ഇനിയിപ്പോ ഇതിനെ കുറിച്ചൊക്കെ എന്ത് പറയാനല്ലേ. എന്തായാലും മാമോ ചെയ്തു, ബയോപ്സി ചെയ്തു. അതിനുശേഷം പെറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടി രേണു മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് അവിടുത്തെ നേഴ്സ് രേണുവിനെ കാണുകയും രേണു അങ്ങോട്ട് പെറ്റ് സ്കാൻ ചെയ്യാൻ വന്ന വിവരം ആ നേഴ്സ് എന്താക്കി, ആ നേഴ്സിനെ അനിയത്തിയെ അറിയിക്കുകയും ഈ അനിയത്തി എന്ത് ചെയ്തു, കുറച്ച് വ്ലോഗേഴ്സിനോട് ഈ കാര്യം വന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് രേണുസുധിക്ക് ക്യാൻസർ ഉണ്ടായ കാര്യം ലീക്കാവുന്നത്. അതിനെക്കുറിച്ച് രേണു പറഞ്ഞൊന്ന് കേട്ടോക്കാം. എന്നെ നേരെ പെറ്റ് സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് പരിമല ഹോസ്പിറ്റലിൽ പോയി, പ്രൈവറ്റ് ആശുപത്രി. അവിടെ നിന്നാണ് ഇത് ലീക്കായിട്ട് വ്ളോഗർ, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ആരാണ് ആ വ്ളോഗർ എന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നെങ്കിൽ അതിൽ വ്ളോഗ്സ് അല്ലെങ്കിൽ ഷെഫീന ബീവി. ഇവർ രണ്ടുപേരുമാണല്ലോ രേണുവിന് ക്യാൻസർ ഉണ്ടായ കാര്യം ആദ്യം പുറം ലോകത്തോട് വിളിച്ചു പറയുന്നത്. എന്തായാലും ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ച് രേണു സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് കേട്ടോക്കാം. നമുക്ക് ട്രീറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു ഇപ്പം തേർഡ് സ്റ്റേജോളം ആയത് ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ അന്നേ ഈ ഡോക്ടർ 15 വർഷം മുന്നേ ഇത് എടുത്ത് കളയുമായിരുന്നില്ല. അതിന് ചികിത്സ തുടരുന്നെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞിട്ട് ഇത് നമ്മളത് കളയുവോ എന്തെങ്കിലും ചെയ്യുമായിരുന്നു, എനിക്ക് ഇന്ന് ഈ അവസ്ഥ വരത്തില്ല. നല്ല റിഗ്രറ്റ് ഉണ്ട്, അല്ലേ? അതാണ് പറയുന്നത്, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം എന്നുള്ളത്. ഇതിപ്പോ വളരെ ലേറ്റ് ആയി പോയില്ലേ? അധികം ലേറ്റ് ആയിട്ടൊന്നുമില്ല, തിരിച്ചു വരാൻ പറ്റും. ഇതിനും വേസ്റ്റ് അവസ്ഥയിൽ നിന്നും എത്രയോ ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ട്. രേണുവിന് തിരിച്ചു വരാൻ പറ്റും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അന്ന് ഒരു പ്രിക്കോഷൻ എടുത്തില്ലെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. വീണ്ടും ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. എന്തോ എനിക്ക് ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നാണ്. ബാക്കി കേട്ടോ എന്തായാലും. ഞാൻ വന്നത് ഹോസ്പിറ്റലിൽ പോയി. അപ്പം അതിന്റെ സ്ഥിതിഗതികളൊക്കെ ഡോക്ടർ പറഞ്ഞു കുറച്ച് മോശമാണ്. ബ്രസ്റ്റിൽ നിന്നത് ആക്സലറി ഈ കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംബിനോയിഡ് വഴി. അതുപോലെ ചെസ്റ്റ് ഹാർട്ടിന്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നിരുന്നത്. അപ്പം ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ട്. അങ്ങനൊന്നും വിചാരിക്കണ്ട. കരയാൻ തോന്നി കഴിഞ്ഞാൽ അങ്ങോട്ട് പൊട്ടിക്കരയാ. ചുറ്റുമുള്ളവർ എന്ത് വിചാരിക്കുന്നൊന്നും കരുതണ്ട. എന്തായാലും സ്ട്രോങ് ആയിരിക്കും, അത്ര എനിക്ക് പറയാനുള്ളൂ. എല്ലാം നമ്മുടെ മനസ്സിന്റെ കരുത്ത് പോലെ ഇരിക്കും. ഒരു ക്യാൻസർ രോഗിയെ സംബന്ധിച്ചിടത്തോളം 50% മനസാന്നിധ്യമാണ്. ബാക്കി 50% മാത്രമേ ചികിത്സ കൊണ്ട് സാധിക്കത്തുള്ളൂ. നല്ല മനസാന്നിധ്യവും മനക്കട്ടിയും ഉണ്ടെങ്കിൽ നമ്മൾ 50% ഓക്കെ ആയി, 50% നമ്മൾ സുഖം പ്രാപിച്ചു. ബാക്കിയുള്ളത് ഡോക്ടർമാർ നോക്കിക്കോളൂ. നല്ല മനക്കെട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്യാൻസറിനെ അതിജീവിക്കാൻ പറ്റത്തുള്ളൂ. സോ സ്ട്രോങ് ആയിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി കേട്ടോക്കെ എന്തായാലും. പോലെ ക്യാൻസർ ആയിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും ഒരു മാതൃകയായിട്ട് ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം കീമോ എന്താണെന്നും ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അനുഭവങ്ങളും വേദനകളും ഒക്കെ നമ്മൾ ചിലവർക്കെങ്കിലും മറ്റുള്ളവർ അനുഭവിച്ചെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിച്ച്
കാണാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. ഒട്ടുക്കത്തെ പെയിൻ ആയിരിക്കും. മാത്രമല്ല തലയിലെ മുടി അങ്ങോട്ട് മൊത്തത്തിൽ പോയി കിട്ടും. കുറച്ച് കാലത്തേക്ക് ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും നമ്മൾ. ലിറ്ററലി പെയിൻ തിന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥ. അങ്ങനെയൊന്നും ആർക്ക് വരാതിരിക്കട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി കേട്ടോക്കെ എന്തായാലും അറിയാം. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഡോക്ടർ ഉടനെ പറഞ്ഞു. അതുപോലെ പല ട്രീറ്റ്മെന്റുകളും അവർ വിശദീകരിച്ച് തന്നു. അപ്പം അതിനൊക്കെ ഞാൻ വിധേയമാകണം. അപ്പം നിങ്ങൾക്കറിയാലോ, കുഞ്ഞു കൊച്ചാണുള്ളത്, ഞാനൊന്നും ആയിട്ടില്ല. എൻ്റെ ഒരുപാട് ശത്രുക്കളുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എന്നെ ചീത്ത പറയാൻ, അവൾക്ക് അങ്ങനെ വേണം, ചത്തൊടുങ്ങട്ടെ എന്നൊക്കെ ഒരുപാട് പേര് കമന്റ്സ് ഇതിലും വരുമായിരിക്കും. കമന്റ്സ് ഈ ഒരു അവസ്ഥയിൽ അങ്ങനെയുള്ള കമന്റുകളൊക്കെ വരും. അത്രയും മതപ്പതിച്ച മനുഷ്യന്മാരൊക്കെ ഉണ്ടോ? ഉണ്ടാവുമായിരിക്കും അല്ലേ? എന്തായാലും ഞാൻ ആ ഗണത്തിൽ പെടില്ല കേട്ടോ. എനിക്ക് രേണുവിനോട് ഒരു ശത്രുതയില്ല. രേണു നല്ലത് ചെയ്താൽ നല്ലത് പറയും, മോശം ചെയ്തല്ല കണ്ണടിച്ച് വിമർശിക്കുകയും ചെയ്യും. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ രേണുവിന്റെ കൂടെ തന്നെ നിൽക്കാനാണ് എന്റെ തീരുമാനം. നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ബാക്കി കേട്ടോക്കാം. ചേച്ചി, ഈ ഒരു സാഹചര്യത്തില് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്റെ മകൻ എന്ത് ചെയ്യും? കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ടാണോ? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാൻസർ ആണെന്ന് ഓർത്ത് ഞാൻ കരുതില്ല. പക്ഷെ എൻ്റെ കുഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഋതപ്പൻ കിച്ചു വലുതായി, ഋതപ്പനെ ഓർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ. അതാണ് ഋതപ്പൻ ഓർത്തിട്ടാണ് പുള്ളിക്കാരുടെ ആവലാതി മുഴുവനും. കിച്ചുവിന്റെ കാര്യത്തിൽ പുള്ളിക്കാരി കൺസേണ്ടേ അല്ല. അത് പുള്ളിക്കാരുടെ സംസാരത്തിൽ തന്നെ വ്യക്തമാണല്ലോ. കിച്ചു വലുതായില്ലേ, ഇനി അവന്റെ കാര്യങ്ങൾ അവര് നോക്കിക്കോളും. എനിക്ക് വലുത് ഋതപ്പന്റെ കാര്യങ്ങളാണെന്നുള്ളത്. ഈ സംഭവം കിച്ചു വലുതായതും ചെറുതായതൊന്നുമല്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കിച്ചു രേണുവിനെതിരെ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാകും. രേണുവിനെതിരെ വൻ അലിഗേഷനാണ് അന്ന് കിച്ചു വെച്ചത്. അന്ന് കിച്ചു രേണുവും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതാണ്. ഇന്നേ വരെ അവർ നന്നായിട്ടുമില്ല, ഇനി നന്നാകത്തുമില്ല. കാരണം അത്രയും നെഗറ്റീവ്സ് രേണുവിന് കിച്ചു വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും കിച്ചുവിന്റെ കാര്യത്തിൽ രേണു കൺസേൺ ആവില്ല. അത്രേ ഉള്ളൂ. ഇനി രേണു തന്നെ റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും കണ്ടോക്കാം. ഒന്ന് റിപ്പോർട്ട് കാണിച്ച്. ഇത് പതോളജി റിപ്പോർട്ടാണ്. പതോളജി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ, പിന്നെ ഇത് ബാക്കി റിസൾട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്, ഞാനിത് കാണിക്കാം. ഇത് മാമോഗ്രാമിന്റെ കാര്യങ്ങൾ, മാമോഗ്രാമും പിന്നെ കുറെ ബാക്കി ബയോപ്സി ചെയ്തതും പെറ്റ് സ്കാന്റെ റിപ്പോർട്ടും ഒക്കെ എന്റെ ഫോണിൽ കിടപ്പുണ്ട്. ഓക്കെ, റിപ്പോർട്ട് മിന്നായം പോലെ കാണിക്കുന്നല്ലാതെ ഒന്നും വ്യക്തമല്ലേ കേട്ടോ. ഞാൻ കുറെ സൂം ഒക്കെ ചെയ്ത് ക്ലിയർ ആക്കാൻ നോക്കി, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ അതും കൂടെ ഒന്ന് വായിച്ചു നോക്കായിരുന്നേ. അതുകൊണ്ടാണ്. എന്തായാലും ഇതിനെല്ലാം ശേഷം കിച്ചു ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ആങ്കർ ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള രേണുവിന്റെ മറുപടി നമുക്കൊന്ന് കേട്ടോക്കാം. കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞോ എന്തെങ്കിലും? എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചിട്ടില്ല. ആ ഒരു സംഭവത്തോടു കൂടി അന്ന് നിങ്ങൾക്ക് അറിയാം, അന്നത്തെ ഒരു ലാസ്റ്റ് വിളിച്ചത് മോനെ കൊണ്ടുപോവാ, പുറത്തു പോവാന്നുള്ളത്. പിന്നെ എന്നെ ഒരു കോണ്ടാക്ട് ചെയ്തു. ഒരു കാര്യം അറിഞ്ഞിട്ടും എനിക്കറിയില്ല, അറിഞ്ഞു കാണുമോ അറിയാത്ത. ഇന്നാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളോടാണ് പറയുന്നത്, പ്രേക്ഷകരോട്. ഞാൻ പറഞ്ഞു എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്കും എൻ്റെ മാനേജർക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കസിൻസിനും മാത്രം അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അതാണോ അല്ലയോ എന്ന് പോലും എന്നെ ആരും വിളിച്ചു ചോദിച്ചില്ല അവിടെ നിന്ന്. അതിനിപ്പോ വിളിച്ചു ചോദിക്കാനും പോണില്ല. കിച്ചുവിനെ കുറിച്ചാണ് ഈ പറഞ്ഞു വെച്ചത്, അങ്ങ് മനസ്സിലായി കാണുമല്ലോ. എന്തായാലും കിച്ചുവിനും രേണുവും തമ്മിലുള്ള അന്തർധാര സജീവമാണെന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ. ഇനി ഇവര് തമ്മിൽ ജന്മത്തിൽ ഒന്നിക്കത്തില്ല. അത് രേണുവിന്റെ സംസാരത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. രേണുവിന് ക്യാൻസർ ആണെന്നൊന്ന് അറിഞ്ഞിട്ട് പോലും കിച്ചു വിളിച്ചു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. എനിവേ, അതെന്തായിക്കോട്ടെ. ഇനി സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന കാലത്ത് ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വെളിപ്പെടുത്തൽ സുധിച്ചേട്ടനോട് നടത്തിയിരുന്നോ എന്നുള്ളൊരു ചോദ്യം ആങ്കർ ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ രേണുവിന്റെ മറുപടി ഒന്ന് കേട്ടോക്കാം. കുറിച്ച് എന്തെങ്കിലും സുധിച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ? സുധിച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടോന്നല്ല, അറിയാൻ തോന്നുന്നു, അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിത് നേരത്തെ പരിശോധിച്ചാണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകുമായിരുന്നു. കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അന്ന്. ബെസ്റ്റ്. കൂടെ കിടക്കുന്ന ഭർത്താവിനോട് പോലും ഈ കാര്യം പറഞ്ഞില്ല. പിന്നെ ആരോടാണ് പറയണ്ടല്ലേ? വീട്ടുകാരോടും മറച്ചു വെച്ച് ഭർത്താവിനോടും മറച്ചു വെച്ച് ലാസ്റ്റ് ഇതപ്പം അറിയിക്കേണ്ട അവസ്ഥയായി. അന്ന് സുധിച്ചേട്ടനോടെങ്കിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. എന്ത് പറയാനാണല്ലേ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് രേണു ഒരു കാര്യം പറയുന്നുണ്ട്. അതാണ് എനിക്ക് ഒട്ടും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്തത്. നമ്മൾ എന്തായാലും കേട്ടു നോക്കാം. ഇപ്പൊ ചേച്ചി ട്രീറ്റ്മെന്റിന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആവില്ലേ? അപ്പൊ അതിനൊക്കെ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ സബ്സ്ക്രിപ്ഷന്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത്. നമുക്ക് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ തെറി കേട്ടിട്ട് ഇതൊന്നും കളയാതെ. ഇത് അറിഞ്ഞിട്ട് തന്നെയാണോ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയത്? ഇത് നേരത്തെ ഞാൻ പറഞ്ഞത് കുറെ നാൾ മുന്നേ അറിഞ്ഞ കാര്യമാണ്. ഈ മുഴ ഉള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പ്രൈവറ്റ് ആശുപത്രി പോയതും ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്തുകൊണ്ട് വന്നു. അറിഞ്ഞതിന് ശേഷം തന്നെയാണ്. അപ്പോഴൊന്നും ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നില്ലേ? പേടി നമുക്ക് എന്തായാലും ഇത് ആവശ്യം വരും. ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ആവശ്യം വരുമല്ലോ. ഇപ്പൊ വീട്ടുകാരെന്ന് എത്ര നാൾ അവരെ മറച്ചു വെക്കും, എന്നാലും ആവശ്യം വരും. നമുക്കാരും അപ്പൊ ഒന്നും കൊണ്ടു തരാനില്ല. അതായത് എന്നും ഒന്നും നമുക്കൊന്നും തരാനില്ല. പിന്നെ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം
സബ്സ്ക്രിപ്ഷൻ വരുമാനമാണ്. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് രേണുവിനോട് ഒരു യോജിപ്പുള്ളത്. ഈ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് പണത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ തുണി അയച്ചിട്ട് വീഡിയോ ചെയ്യുക ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല രേണു, അത് ഒരിക്കലും ട്രീറ്റ്മെന്റിന് ഉപകരിക്കത്തില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയാം. രേണുവിന് വേറെ എത്രയോ മാർഗങ്ങളുണ്ട്. ആൽബത്തിൽ അഭിനയിക്കാം, മറ്റു പല കാര്യങ്ങളും ചെയ്യാം. അതുവഴി തന്നെ രേണുവിന് അത്യാവശ്യം വരുമാനം ഉണ്ടല്ലോ. ഇനിയെങ്കിലും ഈ പരിപാടി ഒന്ന് നിർത്തും. ഇത്രയും കാലം ഒരു വിമർശന ബുദ്ധിയോട് കൂടിയാണ് ഞാൻ ഈ കാര്യം രേണുവിനോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത്തവണ രേണുവിനോട് ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പറയാണ്, ദയവ് ചെയ്ത് ഈ പരിപാടിക്ക് നിൽക്കല്ലേ. നിങ്ങൾ മറ്റെന്തെങ്കിലും രീതിയിൽ ക്യാഷ് സമ്പാദിക്കൂ, ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഈ കാര്യത്തിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കണ്ട് പലരും കമന്റ് ചെയ്തേക്കാം, അവർക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയില്ല, അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ട്രീറ്റ്മെന്റിന് വേണ്ടി എന്നും കുത്തയച്ചാടാമെന്ന് കരുതരുത്. തൽക്കാലം അതിന് സപ്പോർട്ട് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം സുഖപ്പെട്ട് എത്രയും പെട്ടെന്ന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ രേണുവിന് സാധിക്കട്ടെ, സ്ട്രോങ് ആയി തിരിച്ചു വരാൻ സാധിക്കട്ടെ, അത്ര ഞാൻ പറയുന്നുള്ളൂ. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.